Good morning, students. Today we will discuss another problem in formation of partial differentiation by eliminating arbitrary constants. The problem is form a partial differentiation by eliminating arbitrary constants. By eliminating arbitrary constants, z is equal to a into x plus y plus b into x minus y plus ab into t plus c. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സ് വൈ ടി മൂന്ന് വേരിയബിൾ ഉണ്ട്. ഹിയർ വി ഹാവ് ത്രീ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ടി. ആൻഡ് ആർബിട്രറി കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? എ ബി ആൻഡ് സി. മൂന്ന് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. ഈ മൂന്ന് ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തന്നിരിക്കുന്ന ഇക്വേഷൻ z is equal to a into x plus y plus b into x minus y plus abt plus c എന്ന ഇക്വേഷനെ നമ്മൾ 1 എന്ന് വിളിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ നമ്മൾ ആദ്യം പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം ഇക്വേഷൻ എക്സ് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും നോക്കിയേ? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് വൈന് നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ എന്നാണ് കിട്ടുന്നത്. കണ്ടോ? എ എക്സിനെ ചെയ്യുമ്പോൾ എ കിട്ടും, എ വൈ കോൺസ്റ്റന്റ് ആണ് 0. അപ്പോ എ ഇൻറ്റു എക്സ് പ്ലസ് വൈനെ ചെയ്യുമ്പോൾ എ കിട്ടും, ബി ഇൻറ്റു എക്സ് മൈനസ് വൈനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. എ പ്ലസ് ബി. എ ബി ടി എന്ന് പറയുമ്പോൾ 0 പ്ലസ് സി എന്ന് പറഞ്ഞാൽ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി എന്നാണ്. അപ്പൊ പി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ 2 എന്ന് വിളിക്കാം. പി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനിയും സെയിം ഇക്വേഷൻ ആണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും നോക്കിയേ? ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ എ കിട്ടും. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു എക്സ് മൈനസ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വൈ വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബി ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് ബി then plus 0 that is equal to q is equal to a minus b എന്ന് കിട്ടും. q is equal to a minus b. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. q is equal to a minus b. ഇനിയും സെയിം ഇക്വേഷൻ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ ടി എന്നുള്ളത് എന്ത് കിട്ടും? ഫസ്റ്റ് കേസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും, സെക്കൻഡ് കേസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും, തേർഡ് കേസ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ ടി. അപ്പൊ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എ ബി. ഇത് നമുക്ക് 4 എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ പി ഈക്വൽ ടു എ പ്ലസ് ബി കിട്ടി. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ക്യൂ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി കിട്ടി. അതിനുശേഷം ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ഡോ ഇസഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. നമുക്ക് ഫോം ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ എയോ ബിയോ സിയോ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം എടുക്കാം. ഇക്വേഷൻ 2 സോൾവിങ് ഇക്വേഷൻ 2 ആൻഡ് 3. ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 2 കൂടി സോൾവ് ചെയ്യാം. ഇക്വേഷൻ 2 എന്താണ്? പി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. ഇക്വേഷൻ 3 എന്താണ്? ഇതാണ് 2. ക്യൂ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ആണ്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 2a എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് എയുടെ വാല്യൂ എന്താ കിട്ടണേ? എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ 2. അപ്പൊ എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ 2 കിട്ടും. അതേപോലെ തന്നെ ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടണേ? 2b എന്ന് കിട്ടും. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? പി മൈനസ് ക്യൂ ബൈ 2 എന്ന് കിട്ടും. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് പി പ്ലസ് ക്യൂ ബൈ 2 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ നമ്മൾ പി മൈനസ് ക്യൂ ബൈ 2 കിട്ടും. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4ൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എ ബി എന്നാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഡോ ഇസഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എക്ക് പകരം എന്ത് കൊടുക്കാം? എക്ക് പകരം പി പ്ലസ് ക്യൂ ബൈ 2 എന്ന് കൊടുക്കാം. ബിക്ക് പകരം എന്ത് കൊടുക്കാം? പി മൈനസ് ക്യൂ ബൈ 2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. Therefore, dou z by dou t is equal to p plus q by 2 into p minus q by 2.
അതിന് വേണ്ടി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 4 into dou z by dou t is equal to p plus q into p minus q എന്ന് പറഞ്ഞാൽ എന്താണ്? p square minus q square. ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പൊ ഫൈനൽ ആയിട്ട് കിട്ടിയ ആൻസർ എന്താണ്? 4 into dou z by dou t is equal to p square minus q square എന്ന് കിട്ടും. 4 into dou z by dou t is equal to p square minus q square. അപ്പൊ ഇവിടെ നമ്മള് here we have 3 variables x y t. 3 വേരിയബിൾസ് ഉണ്ട് x y t. അതുപോലെ ആർബിട്രറി കോൺസ്റ്റന്റ്സ് എത്ര ഉണ്ട്? 3 ആർബിട്രറി കോൺസ്റ്റന്റ്സിന് a b c. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou z by dou x കിട്ടും. ആ dou z by dou x എന്ന് പറഞ്ഞാൽ p ആണ്. അപ്പൊ p equal to a plus b എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? q is equal to a minus b എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ 2 എന്നും ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. ഇനി അതിനെ t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dou z by dou t is equal to ab എന്ന് കിട്ടി. അപ്പൊ 3 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a യുടെ വാല്യൂ p plus q by 2 എന്ന് കിട്ടും. b യുടെ വാല്യൂ a minus p minus q by 2 എന്ന് കിട്ടും. b യുടെ വാല്യൂ p minus q by 2 എന്നും a യുടെ വാല്യൂ p plus q by 2 എന്നും കിട്ടും. ഈ a യുടെയും b യുടെയും വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? dou z by dou t is equal to ab നമുക്ക് കിട്ടിയിട്ടുണ്ട്, നാലാമത്തെ ഇക്വേഷൻ. ആ നാലാമത്തെ ഇക്വേഷനിലെ a യുടെ സ്ഥാനത്ത് കൊണ്ടുപോയി നമ്മൾ എന്ത് കൊടുക്കും? p plus q by 2 കൊടുക്കും. b യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? p minus q by 2 എന്ന് കൊടുക്കും. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 into dou z by dou t is equal to p square minus q square. അപ്പൊ നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്തു. ആ ഫോം ചെയ്ത പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നമ്മുടെ കോൺസ്റ്റന്റ്സ് ആരുമില്ല. കോൺസ്റ്റന്റ്സ് എന്തൊക്കെയായിരുന്നു? a എന്ന കോൺസ്റ്റന്റ് ആയിരുന്നു, b എന്ന കോൺസ്റ്റന്റ് ആയിരുന്നു, c എന്ന കോൺസ്റ്റന്റ് ആയിരുന്നു. ഈ 3 കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്തു. നമ്മൾ ഫോം ചെയ്ത പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഏതാണ്? 4 into dou z by dou t is equal to p square minus q square. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട് a b c. അതിൽ 3 ആർബിട്രറി 3 വേരിയബിൾസ് ഉണ്ട്. 3 വേരിയബിൾസ് ഏതൊക്കെയാണ്? x y t. അപ്പൊ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, then t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ.